എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് എപ്പോഴാണ് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരിക, അതുപോലെ എപ്പോഴാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ വൈകാനായിട്ട് സാധ്യതയുണ്ട്. കാരണം നിലവിൽ MCC കൗൺസിലിംഗ് ആരംഭിക്കുന്നുണ്ട്. അതായത് MCC എന്ന് പറഞ്ഞാൽ ഈ ഒരു നീറ്റ് പരീക്ഷയൊക്കെ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഡോക്ടർ ആവാനായിട്ട്, അതായത് MBBS BDS കോഴ്സുകളിലേക്കും അതുപോലെ ഈ ഒരു മിലിറ്ററി നഴ്സിംഗ് സർവീസസിൽ ഈ ഒരു BSc നഴ്സിംഗ് പഠിക്കുന്നതിനൊക്കെ ഈ ഒരു മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി, അതായത് ഈ ഒരു നീറ്റ് പരീക്ഷ വഴി ഈ ഒരു കോഴ്സുകളിലൊക്കെ ഉള്ള പ്രവേശനത്തിനായിട്ടുള്ള പ്രവേശന നടപടികൾ, അതായത് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ പ്രവേശന നടപടികൾ ഈ ഒരു ഓഗസ്റ്റ് 14 മുതലാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവിധ വിദ്യാർത്ഥികൾ, അതായത് നിലവിൽ നിങ്ങൾക്കിപ്പോൾ ഏകദേശം 300 ആ ഒരു രീതിയിൽ ഇൻഡെക്സ് ഉള്ള വിദ്യാർത്ഥികളൊക്കെ ആ ഒരു രീതിയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ അങ്ങോട്ടേക്ക് പോയിട്ട് ഈ ഒരു മെഡിക്കൽ ഫീൽഡിലേക്ക്, അതായത് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള പ്രവേശനം നേടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിലവിൽ കേരളത്തിൽ എഞ്ചിനീയറിങ്ങിനായിട്ടുള്ള, അതായത് എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കായിട്ടുള്ള പ്രവേശനത്തിനായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ നിലവിൽ ആരംഭിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഫാർമസി കോഴ്സിലേക്കോ മറ്റോ കിട്ടുന്ന വിദ്യാർത്ഥികൾ അങ്ങനെയും മാറാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയുടെ അലോട്ട്മെൻറ്റ് നടന്നു കഴിയുമ്പോഴേക്കും കേരളത്തിലെ ഈ ഒരു പ്രവേശന പരീക്ഷാ കമ്മീഷൻ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലേക്കുള്ള ഈ ഒരു MBBS BDS അതുപോലെ ആയുർവേദ, ഹോമിയോ, സിദ്ധ ഇതുപോലുള്ള കോഴ്സുകളിലേക്കുള്ള പ്രവേശന നടപടികളും ആരംഭിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നടപടികൾ ആരംഭിക്കുന്ന സമയത്ത് തന്നെ നിലവിൽ ഈ ഒരു LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിലേക്ക് അപേക്ഷിച്ച പല വിദ്യാർത്ഥികളും ആ ഒരു രീതിയിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് മാറാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഏകദേശം മുഖ്യഘട്ടത്തിൽ, അതായത് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ മുൻഗണനയിലുള്ള, അതായത് ഈ റാങ്ക് ലിസ്റ്റിൽ മുൻപിലുള്ള വിദ്യാർത്ഥികളിൽ പലരും ഈ ഒരു അഡ്മിഷൻ, അതായത് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വഴി അങ്ങോട്ടേക്ക് പോയിട്ട് അഡ്മിഷൻ നേടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ റാങ്കിൽ പിന്നിൽ ഉള്ള വിദ്യാർത്ഥികളുണ്ടാകും, അതായത് ഇപ്പോൾ 300 തന്നെ ഇൻഡെക്സ് മാർക്ക് ഇല്ലാത്ത വിദ്യാർത്ഥികളൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് കൂടി, കൂടുതൽ വിദ്യാർത്ഥികൾക്ക് കൂടി ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അവസരം നൽകുന്നതിനായിട്ട് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ വൈകാനാണ് സാധ്യതയുള്ളത്. അതുപോലെ നിലവിൽ AMCS FNCK അതുപോലെ തന്നെ PNC MAC ഇവയൊക്കെ അഡ്മിഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. AMCS FNCK ആണെങ്കിൽ അവരുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഉടൻ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ PNC MACൻ്റേത് ഓഗസ്റ്റ് 5 ശേഷമാണ് റാങ്ക് ലിസ്റ്റ് വരാനുള്ള സാധ്യത കാണുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ വിവിധ ഏജൻസികൾ അവരുടെ അലോട്ട്മെൻറ്റ് നടപടികളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ നിരവധി വിദ്യാർത്ഥികൾ, അതായത് LBSൻ്റെ BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിലേക്കുള്ള ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികളിൽ പലരും ആ ഒരു രീതിയിൽ പോയിട്ട് അഡ്മിഷൻ നേടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ റാങ്ക് കുറഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് LBSൽ BSc നഴ്സിംഗ് കോഴ്സിലേക്കും പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുമുള്ള പ്രവേശനത്തിനായിട്ട് കൂടുതൽ സാധ്യതയുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള നടപടികൾ വൈകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ചിലപ്പോൾ കുറച്ച് വൈകിയേക്കാം. അപ്പോൾ ഓരോ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയവും അതുപോലെ തന്നെ കോളേജ് കോഴ്സ് ഓപ്ഷൻ വരുന്ന സമയവും നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉടൻ തന്നെ ആരംഭിച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക്, അതായത് നിലവിൽ ആ ഒരു അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികളിൽ പലരും ഈ ഒരു അഡ്മിഷൻ എടുക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം അവർക്ക് ഈ ഒരു രീതിയിൽ MBBS BDS അതുപോലുള്ള മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം കിട്ടാനുള്ള സാധ്യതയുള്ള കുട്ടികൾ ആ ഒരു രീതിയിൽ അങ്ങനെ പോയിട്ട് അഡ്മിഷൻ എടുക്കുന്നതാണ്. കാരണം മുൻ വർഷങ്ങളിലും അതേ രീതിയിൽ തന്നെ അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക്, റാങ്ക് കുറഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു രീതിയിൽ നഴ്സിംഗ് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത കൂടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ അല്പം വൈകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. നിങ്ങളിൽ ആരെങ്കിലും ഈ ഒരു നീറ്റ് പരീക്ഷ എഴുതി ക്വാളിഫൈ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി വെബ്സൈറ്റ് വഴി നിങ്ങളുടെ ഈ ഒരു MBBS BDS അതുപോലെ തന്നെ മിലിറ്ററി നഴ്സിംഗ് സർവീസസിൽ BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനം എന്നിവയ്ക്കായിട്ടുള്ള അപേക്ഷകൾ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഈ ഒരു കീം പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഫാർമസി അതുപോലെ തന്നെ ഈ ഒരു എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ കൂടി രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കോളേജ് ഈ ഒരു മെയിൻ റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം കോളേജ് കോഴ്സുകളൊക്കെ പ്രസിദ്ധീകരിക്കുകയും ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ ഓപ്ഷൻസായിട്ട് നൽകാവുന്നതും ആണ്.
അപ്പോൾ വിദ്യാർത്ഥികളോട് ഇപ്പോൾ അറിയിക്കാനുള്ളത് ഈ ഒരു അപേക്ഷ നൽകാനുള്ള അതായത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം കുറച്ച് വൈകാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ അത് വരുന്ന സമയത്ത് നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.